ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എപ്പോഴും നമ്മളൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെ ദിവസമൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. കാരണം നമ്മുടെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ ആ ഒരു ദിവസം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഞാനും ഈ ഒരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് നല്ല പെർഫെക്റ്റായിട്ട് വരണം, നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, നല്ല മോട്ടിവേഷനോടെ നിൽക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വയ്യായും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ എല്ലാ എനർജിയും പോയി. ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എനിക്ക് റുട്ടീനിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ തലകുത്തി മറിഞ്ഞൊരു മാസമാണ് ജനുവരി എന്നെ സംബന്ധിച്ചിട്ട് ഈ 2026. അത് ചില വർഷങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ, ഈ ഒരു മാസം നന്നായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയില്ല, ഇനി മൊത്തത്തിൽ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് നമുക്കിങ്ങനെ തോന്നും കേട്ടോ. പക്ഷേ അങ്ങനത്തെ സമയത്ത് നമുക്ക് റെസ്റ്റ് വേണമെങ്കിൽ ആ റെസ്റ്റ് എടുക്കുക. റുട്ടീനും കാര്യങ്ങളും എനർജി ഇല്ല എന്നുള്ളതൊന്നും ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഈ കുറച്ച് ദിവസങ്ങൾ നന്നായില്ല വെച്ചിട്ട് അടുത്ത വരുന്ന മാസങ്ങളൊന്നും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ എനർജി നമുക്ക് വീണ്ടെടുക്കാം, അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ അവസ്ഥയിലും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം, അതിനുള്ള കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ട്രിപ്പ്, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യണത്, അതെന്തുകൊണ്ടാണെന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. മടി ആവണമെന്നില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് ഭയങ്കര മടിയല്ലേ, മടി കൊണ്ടായിരിക്കും എനിക്കിതൊന്നും ഈ എനർജി ഇല്ലാത്തതെന്ന് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് ശരിക്കും എനിക്ക് മടിയല്ല, എനിക്ക് വയ്യായി ഉണ്ട്. വയ്യായി കഴിഞ്ഞ വന്ന ക്ഷീണം, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എനർജി കിട്ടാത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് എനർജി ഇല്ലാത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാരണങ്ങൾ പറയാം. അതേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനർജി കുറവായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ വയ്യായികൾ ഇതുപോലെ വരികയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. പിന്നെ വൈകുന്നേരം ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അതുപോലെ മനസ്സിന് വലിയ വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമിതമായ ചിന്തകൾ, അതായത് അത് വിഷമം കൊണ്ടാവില്ല, അമിത ചിന്തകളുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളായാലും ജോലി മേഖലയിലെ കാര്യങ്ങളായാലും നിർത്താതെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ക്ഷീണം വരും. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നില്ല, ചിലപ്പോൾ ഒരു മൊമെൻറ്റിൽ എത്തുമ്പോഴാവും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരാം. അപ്പം ഇങ്ങനെ ഒരേ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പല തവണകളായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്ഷീണം വരുന്നത്. അപ്പോൾ പണ്ടത്തെ ഉള്ളവരൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ റുട്ടീൻ പോലെയാണ് ഫോളോ ചെയ്തിരുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ലൈഫ് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ ഫുൾ ടൈം ഇങ്ങനെ ഓവർലോഡാണ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എനർജി എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജനുവരി മാസം ഇങ്ങനെ ആയി പോയെന്ന് വെച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പതുക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നമ്മുടെ എനർജി വീണ്ടും പഴയ പോലെ തിരിച്ചു വരും. ഈ ഒരു മാസം ഇങ്ങനെ ആയി പോയില്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം പെർഫെക്റ്റ് ആയെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവാമെന്ന് വെച്ചാൽ അതൊരു പോസിറ്റീവ് മൈൻഡാണ്. നമുക്ക് ഒരു മനസ്സിൽ സന്തോഷം തോന്നുമൊക്കെ ഇന്ന് ഞാൻ നന്നായി ചെയ്തു, അപ്പോൾ നാളെ അങ്ങനെ ആവും എന്നുള്ള പ്രതീക്ഷ എന്ന് പറയാം. അത് വിചാരിച്ചിട്ട് ഒന്നാം തീയതി എൻ്റെ മോശമായി, അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയായിരിക്കും എല്ലാ നേരം എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് വൈബ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നാളെ തൊട്ട് നമുക്കെല്ലാം ഓക്കെ ആക്കാം എന്ന മൈൻഡ് സെറ്റിലോട്ട് കൊണ്ടുവരാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മോട്ടിവേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക. അതെ, നമ്മൾ പലപ്പോഴും എൻ്റെ ചാനലിൽ അതിലുള്ള വീഡിയോസിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഫോർ ക്ലീനിങ്, മോട്ടിവേഷൻ ഫോർ ഹൗസ് വർക്ക്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫോർ ഫോളോയിങ് റുട്ടീൻസ്, അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ, ഓക്കെ നമുക്കൊന്ന് ചെയ്ത് തുടങ്ങാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഫുൾ ടൈം കാത്തിരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് പതിയെ എനർജി വരുന്നതും നമുക്കത് വീണ്ടും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സമാധാനമായിട്ട് സ്ലോ ആയിട്ട്, ചിലപ്പോൾ ചെയ്യുന്നത് പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, ചെയ്യുന്ന കാര്യത്തിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു സന്തോഷം ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ഇനി തൊട്ട് എനർജി ആവാം എന്നുള്ളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാതെ നമ്മളത് കണ്ടു, ഓക്കെ അത് കഴിഞ്ഞ് ചെയ്ത് തുടങ്ങുക. ആ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിയാൽ അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് മുഴുവൻ അങ്ങനെ കണ്ടുകൂട്ടിയിട്ട് വെറുതെ ബെഡും ഇങ്ങനെ ഫുൾ ടൈം കിടക്കാനാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ ടിപ്പ്, നമ്മുടെ എനർജി വളരെ കുറവുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വലിയ ലക്ഷ്യങ്ങളെ ചെറുതാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ജനുവരി മാസത്തിലെ എൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ വീട് മുഴുവൻ വൃത്തിയാക്കണം എന്നുള്ള ലക്ഷ്യത്തിലുപരിയായിട്ട് 5 മിനിറ്റ് ഞാൻ വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കും. അത് അത്രയും ചെറിയ കാര്യമാണ്, നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു എനർജി കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ നമ്മുടെ കട്ടിലുമേ ഒരു ലോഡ് തുണി മടക്കാനായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു 5 തുണി ഇന്ന് ഞാൻ മടക്കി വയ്ക്കും, ബാക്കി നാളെ
മടക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് തോന്നും. അതുപോലെ ഞാൻ ഈ മാസത്തിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും കൃത്യമായിട്ട് എന്ന് നമ്മളൊരു ഗോൾ വെച്ചു. പക്ഷേ ഈ മാസം അത് ചെയ്യാനായിട്ട് പറ്റണമില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമ്മളത് ഒട്ടും ചെയ്യാതെ സ്കിപ്പ് അടിച്ച് കളയും. അതിന് പകരം ചെയ്യേണ്ടത് 3 മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യും എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഇങ്ങനെ ഒരു 3 5 മിനിറ്റ് അത്രയും ചെറുതാക്കിയിട്ട് നമ്മുടെ ഗോൾസിനെ മാറ്റുക. അത് കഴിഞ്ഞിട്ട് അത് 5 മിനിറ്റ് മാത്രം ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ തുടങ്ങുമ്പോൾ മടുപ്പും മടിയൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു എനർജി നമുക്ക് വരുത്താനായിട്ട് പറ്റുക. എനർജി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചെറിയ ചെറിയ സ്റ്റെപ്സ് നമുക്ക് വലിയ വലിയ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. 4ാമത്തെ സ്റ്റെപ്പ്, നമുക്കിങ്ങനെ വയ്യായോ അല്ലെങ്കിൽ എനർജി ഇല്ലാത്ത സമയത്ത് നമ്മുടെ മോർണിംഗ് റുട്ടീൻ ആദ്യത്തെ പോലെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ എപ്പോഴും 5:30 എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്തിരുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് എനർജി ഒന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് വൈബാണ്. അതെനിക്ക് പോലും ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഞാൻ നന്നായി ചെയ്തിരുന്നത്, ഈ മാസമൊക്കെ കോളായില്ലോ എന്നൊരു ഫീലാണ് എനിക്ക്. കാരണം നമുക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് അടിക്കും, അത് ആരുടെ വീഡിയോ കാണായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ടിരിക്കുന്ന നേരത്ത് ഇതൊന്നും കാണാതിരിക്കാവും നല്ലത്. അതിലും നല്ലത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് രാവിലെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞിട്ടാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെയൊന്നും ജോലികൾ ചെയ്യാറില്ല. ചായയൊക്കെ കുടിച്ചൊന്ന് ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറികളുടെ എന്താ പറയുക സ്റ്റൈലുകളോ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വയ്യ, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് റിലാക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവരത് മനസ്സിലാക്കുകയും വേണം. നമ്മൾ അധികം ഓവർ ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോകരുത്. കാരണം ചിലപ്പോൾ ഒക്കെ നമുക്ക് അതിലും തോന്നും അയ്യോ ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ ശരിയാവുമോ എന്നൊരു ചിന്ത പലപ്പോഴും നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പോയാൽ നമ്മുടെ എനർജി ഒന്നും കൂടി പോവുള്ളൂ. അപ്പോൾ അതിലും നല്ലത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അമിതമായ പ്രതീക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരും ഓട്ടോമാറ്റിക്കലി അത് ആക്സെപ്റ്റ് ആവും. ഓക്കെ ഇത് ഇങ്ങനെ കിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീൻ അതനുസരിച്ച് സെറ്റ് ചെയ്യുക. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഇതുപോലെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ എനർജി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. 5ാമത്തെ ടിപ്പ്, നമ്മൾ ആരോഗ്യം വരാനായിട്ട് നല്ല രീതിക്ക്, അതായത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അപ്പോൾ നമുക്ക് വയ്യായി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോടായാലും പറഞ്ഞത് നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ ചുമയായാലും അല്ലെങ്കിൽ പനിയായാലും എന്ത് വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണുക്കളും കാര്യങ്ങളൊക്കെ പോവാൻ വെള്ളത്തിലൂടെ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. മാത്രമല്ല ആവി പിടിക്കാനാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആവി പിടിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, നല്ല ഫുഡ് കഴിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പരമാവധി വയ്യായൊക്കെ ഉള്ള സമയത്ത് പുറത്തെ ജങ്ക് ഫുഡുകൾ, ഫ്രൈഡ് ഐറ്റംസ് ഇതൊക്കെ പരമാവധി കുറച്ചാൽ തന്നെ നമ്മുടെ വയ്യായ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെ എനർജി ഇല്ലാതെ വെറുതെ ബെഡിൽ കിടക്കലല്ല അതിൻ്റെ കാര്യം. ഹെൽത്തി ആയിട്ട് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ എനർജി തിരിച്ചു കിട്ടും. 7ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 2026 ആയില്ലോ, അതുകൊണ്ട് ഞാൻ പുതിയ കുറേ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസംബർ മാസം ലാസ്റ്റിൽ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ മാസം തുടങ്ങിയപ്പോൾ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധമാണ്. ഓക്കെ ഞാനിതൊന്നും ചെയ്തില്ലല്ലോ, ഇനിയിപ്പോൾ ഇത് മുഴുവൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കുറേ ഹാബിറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ എക്സസൈസ് ആണ് നിങ്ങൾ വിചാരിച്ചതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം, ഒരു ഹാബിറ്റ് മാത്രം നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ 10 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 10ഉം ചെയ്യേണ്ട. ഈ മാസത്തിൽ ഒരു കാര്യം മാത്രം. അല്ലെങ്കിൽ നമ്മൾ റൂം വൃത്തിയാക്കണ ശീലം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കുക. ആ ഒരു ഹാബിറ്റ് മാത്രം ഈ ഒരു മാസത്തിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 5 മിനിറ്റ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ കുടിക്കും. എൻ്റെ ബെഡ് ഞാൻ രാവിലെ തന്നെ ക്ലിയർ ചെയ്ത് വെക്കും. ഞാനെൻ്റെ ഡയറിയിൽ ഒരു പേജ് എഴുതും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം ചെയ്ത് തീർന്നുള്ളൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ഒരു എനർജി വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടും. അതായത് നമ്മൾ ചെറിയ കാര്യം ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, കുറേ കാര്യം തല്ലെടുത്ത് വെച്ചിട്ട് അതൊന്നും ചെയ്യാത്തതിലും ഭേദം ഒരു ഹാബിറ്റെങ്കിലും ക്ലിയർ ചെയ്യണതാണല്ലോ. 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുറ്റബോധമില്ലാതെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. എനിക്കിത് പലപ്പോഴും തോന്നുന്നൊരു കാര്യം കേട്ടോ. റെസ്റ്റ് എടുക്കാനായിട്ട് എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, അയ്യോ ഞാൻ ഇതൊരു മടിച്ചാലേ, പണിയൊന്നും ചെയ്യാതെ മടി പിടിച്ച് ഇവിടെ ബെഡും ഇങ്ങനെ കിടക്കുകയാണ്, എല്ലാവരും എന്ത് വിചാരിക്കും എന്നൊക്കെ. ആരും ഒന്നും വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വയ്യായുള്ളപ്പോൾ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ റെസ്റ്റ് എടുക്കാണ്, മടി പിടിച്ചിരിക്കുകയാണ്, ഒരു എനർജി ഇല്ല, കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യണില്ല, വീഡിയോ ഒന്നും ചെയ്യണില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും കറക്റ്റല്ല. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ നല്ല ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കിങ്ങനെ കെടുക്കുമ്പോൾ തോന്നുന്നത് ഞാൻ മടി പിടിച്ചിരിക്കുകയാണെന്നാണ്. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ കെടുക്കുന്ന സമയത്ത് ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കണതിൽ ഒരു അർത്ഥമില്ല.
അപ്പോൾ ഞാനൊരു വട്ടം മഞ്ജു വാര്യർ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടം, വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഹോബീസൊക്കെ ചെയ്യൂല, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആൻസർ പറയുക. അപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞ ഉത്തരം, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് വെറുതെ ഇരിക്കുന്ന ടൈമല്ലല്ലോ, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമെന്ന് പറയാൻ പറ്റില്ല. റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുക, റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഹോബീസ് ചെയ്യുക, റെസ്റ്റ് എടുക്കുമ്പോൾ ബുക്ക് വായിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റ് എടുക്കുക, സൈലൻ്റ് ആയിട്ട് മിണ്ടാതെ കിടക്കുക, അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതെനിക്ക് നല്ലൊരു ആൻസറായിട്ടും തോന്നി. ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, ശരിയാണ്, റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കുറ്റബോധം ഇല്ലാതെ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 10 മിനിറ്റ് പോലും ഇരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും ഞാനിങ്ങനെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ നോക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഫോൺ നോക്കലടക്കം നമ്മൾ നിർത്തി വെക്കണം. അപ്പോൾ അങ്ങനെ കുറ്റബോധമില്ലാതെ റെസ്റ്റ് എടുക്കാനും കൂടി നോക്കിയാലാണ് നമ്മുടെ എനർജി ഫുള്ളായിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2026 നമ്മൾ ഇതുപോലെ ക്ഷീണത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, എനർജി ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ലൈഫാണ്, ഇതൊരു ഓട്ട മത്സരമൊന്നുമല്ല, സ്ലോ ആയിട്ട് പോണതാണ് നല്ലത്. അപ്പോൾ എല്ലാ ദിവസവും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ട കൂടെ തന്നെ സ്ലോ ആയിട്ടും കാര്യങ്ങൾ ചെയ്ത് സമാധാനമായിട്ട് പോകാനായിട്ടും നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ചെയ്യുക, ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ എനർജി വീണ്ടെടുത്ത് പഴയ പോലെ ഉഷാറായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഉഷാറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഇതൊക്കെ ഫോളോ ചെയ്തിട്ട്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.